ഹലോ മക്കളെ, അപ്പം നമ്മുടെ കീം എക്സാം അടുത്ത് വന്നിരിക്കുകയാണ്. എല്ലാവരും അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. സോ നമുക്കറിയാം കീം എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ ചാപ്റ്ററിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ എല്ലാ ചോദ്യങ്ങളും ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ആ സമയത്തിനുള്ളിൽ ക്രാക്ക് ചെയ്യാനായിട്ടും സാധിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു ഷോർട്ട് കട്ടാണ്. നമുക്കറിയാം ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. പക്ഷേ ഇതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് ചെറിയ ട്രിക്ക് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതിലെ ഒരു ട്രിക്കാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സോ ഇവിടെ നോക്കിക്കുക മക്കളെ, ഇതാണ് നമ്മുടെ ആ ട്രിക്ക് എന്ന് പറയുന്നത്. സോ ഇൻ്റഗ്രൽ -a to a f(x) dx എന്ന ഫോമിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കേണ്ട ലിമിറ്റ് എന്താണ്? -a to a എന്നാണ്. ഓക്കെ, സോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 × ഇന്റഗ്രൽ 0 to a f(x) dx എന്ന് വെച്ച് നമുക്ക് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എപ്പോൾ ഈ തന്നിരിക്കുന്ന f(x) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ ഈവൻ ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? f(x) നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ f(-x) കണ്ടുപിടിക്കുമ്പോൾ f(x)ഉം f(-x)ഉം ഈക്വൽ ആണെങ്കിൽ ആ ഫംഗ്ഷൻ നമുക്ക് ഈവൻ ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇന്റഗ്രൽ -a to a f(x) dx 0 എന്ന ആൻസർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇന്റഗ്രേഷൻ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് എന്ത് എഴുതാൻ പറ്റും? 0 എന്ന് എഴുതാൻ പറ്റും. ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ദ വാല്യൂ ഓഫ് ഇന്റഗ്രൽ -1 to 1 x into mod x dx എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താണ്? ഈവൻ ആണോ ഓഡ് ആണോ നമുക്ക് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൻസർ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ? സോ ലിമിറ്റ് ഇവിടുന്ന് എങ്ങനെയാണ്? -1 to 1 അല്ലെ, -a to a എന്നുള്ള ഫോമിലാണ്. സോ നമുക്ക് ഈ ഫംഗ്ഷൻ എന്താണ്? ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമ്മുടെ ഫംഗ്ഷൻ അതുപോലെ എഴുതുകയാണ്. f(x) = x into mod x ആണ്. ഇനി നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം? f(-x) ചെക്ക് ചെയ്ത് നോക്കണം അല്ലേ? സോ f(-x) നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -x into modulus of -x. നമുക്കറിയാം മോഡുലസ് ഓഫ് -x എന്ന് പറഞ്ഞാൽ എന്താണ്? x തന്നെയാണ് അല്ലേ? സോ നമുക്ക് എന്ത് കിട്ടും? -x mod x എന്ന് കിട്ടും. സോ ഇത് ഇപ്പം എന്തായി വന്നു? -f(x) വന്നു. നമുക്കറിയാം f(x) നമ്മൾ കണ്ടുപിടിച്ചു. സോ f(-x) എന്ന് പറയുന്നത് -f(x) ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാനായിട്ട് പറ്റും? സോ ഈ ഗിവൺ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലെ? ഇത് ഓഡ് ഫംഗ്ഷൻ ആണ്. സോ ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ ഇന്റഗ്രേഷൻ വാല്യൂ എന്തായിരിക്കും വരുന്നത്? 0 എന്നായിരിക്കും ഇതിന്റെ ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? റെഡി. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. സോ ഇതാണ് നെക്സ്റ്റ് ചോദ്യം. എന്താ പറയുന്നത്? ദ വാല്യൂ ഓഫ് ദ ഇന്റഗ്രൽ -1 to 1 log x plus root of x square plus 1 dx എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യണം? ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ? സോ നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ f(x) = log of x plus root of x square plus 1 dx എന്നാണ്. സോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇനി എന്ത് കണ്ടുപിടിക്കണം? f(-x) കണ്ടുപിടിക്കണം. സോ f(-x) എഴുതുമ്പോൾ എങ്ങനെ എഴുതും? log -x plus root of -x whole square എന്ന് പറഞ്ഞാൽ x square തന്നെയാണ്, +1 എന്ന് വരും. ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യാം. എങ്ങനെ എഴുതാം? log root of x square plus 1 - x എന്ന് എഴുതിയിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നുണ്ട്? റാഷണലൈസേഷൻ ചെയ്യണം. സോ നമുക്കിപ്പോൾ എന്ത് ചെയ്യാം? log മേലേത് √x square plus 1 - x ഇൻറ്റു നമ്മൾ എന്ത് കൊടുക്കണം? √of x square plus 1 plus x ഡിവൈഡ് ബൈ താഴെ എന്താണ്? √of x square plus 1 plus x എന്ന് കൊടുക്കണം. സോ മേൽവശം എന്തായി പോയി? 1 എന്നായി അല്ലേ? സോ നമുക്കപ്പോൾ എന്ത് എഴുതാം? f(x) = log f(-x) ആണ്. log എന്ത് കിട്ടും നമുക്ക്? ഈ മേൽവശം എന്തായി പോയി മക്കളെ? 1 ആയി പോയി. സോ 1 ഡിവൈഡഡ് ബൈ x പ്ലസ് 1 ഡിവൈഡഡ് ബൈ x പ്ലസ് √of x square plus 1 എന്നായി. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഈ പോർഷനെ മേലോട്ടാക്കാലോ. സോ അപ്പം എന്ത് കിട്ടും? log x plus √of x square plus 1 whole raised to -1 എന്ന് എഴുതാം. ഇത് ആക്ച്വലി എന്ത് വരും? -1 into log of x plus √of x square plus 1 എന്ന് വരും. ആക്ച്വലി ഇപ്പോൾ ഇതെന്താ കിട്ടിയിരിക്കുന്നത്? -f(x) ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ അപ്പം -f(x) ആണെങ്കിൽ നമുക്ക് ഇന്റഗ്രൽ വാല്യൂ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. സോ ഇതിന്റെ ആൻസർ എത്രയാണ് വരുന്നത്? ആൻസർ നമുക്ക് 0 എന്നായിരിക്കും കിട്ടുന്നത്. ഓക്കെ.